വന്ദേമാതരത്തിൻ്റെ കാര്യം ഞാനിതൊരു ചർച്ചയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ രണ്ട് സംഭവമാണ്. ഒന്നത്, ഗവർണറുടെ ഒരു പ്രോട്ടോകോൾ തീരുമാനപ്രകാരം ഈ ഗാനം ആലപിക്കുന്നു പറയുന്നു. അത് എത്ര വരികൾ ആലപിക്കുമെന്നോ എവിടെ വെച്ച് നിർത്തണമെന്നോ അവരാരും പറയാറില്ല. പിന്നെ പകുതി വെച്ച് ആർക്കും ഒന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും പറ്റില്ല. ഞാൻ വിട്ടുകളെങ്കിൽ കോൺഗ്രസ് അപലപിക്കുമോ? അത് തീരുമാനിച്ചത് ലോക് ഭവനാണെങ്കിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഈത്തോസിനെതിരായി അങ്ങനെ ഒരു നടപടി, അങ്ങനെ പ്രകോപനാത്മകമായ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചതിന് ലോക് ഭവനെ അപലപിക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ? അതിനെക്കുറിച്ച് കോൺഗ്രസ് എന്താ അഭിപ്രായം പറയേണ്ടതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ട് കാണരുത്. നാളെ അവരെന്താ പറയാൻ എനിക്കറിയില്ല. കാരണം കോൺഗ്രസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വന്ദേ മാതരം പാട്ടിന്റെ ഇന്ന വരികൾ കൂട്ടിച്ചേർത്തപ്പോഴേ കോൺഗ്രസ് പാർലമെന്റിൽ ലോക്സഭയിൽ അപ്പൊ അതിൽ മാറ്റം. അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം അവിടെ വളരെ ക്ലിയർ ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു വേദിയിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നൊക്കെ പറഞ്ഞാൽ അതാ പറഞ്ഞു. ഇപ്പോൾ RV ബാബു അവിടെ പിണറായി വിജയനെ കണ്ടില്ലേ, അദ്ദേഹം നിന്നു. കാരണം ഒരു വേദിയിലൊരു ഗാനം ആലോചിക്കുമ്പോൾ അതങ്ങ് ആലോചിച്ച് പോകും, അത്രേ ഉള്ളൂ. പിന്നെ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. കേരളത്തിൽ അങ്ങനെ വിവാദമാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്. അതൊക്കെ ജനങ്ങൾ എന്തായാലും അവരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ശരിയാണ്. പക്ഷേ മുമ്പൊക്കെ ഇവിടെ പലരും പറഞ്ഞ പോലെ ഗവർണറെ ചെന്ന് മുഖ്യമന്ത്രി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഡീൽ 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 എന്ന് പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം അങ്ങ് വരികയായിരുന്നു. അത് വലിയ നേതാക്കന്മാരിൽ നിന്ന് മുതൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിന്നും വരെ അത് വരികയായിരുന്നു. ഗവർണറെ കാണാൻ പാടില്ലെന്ന് മാത്രമല്ല, യൂണിയൻ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നാൽ മുഖ്യമന്ത്രി എഴുന്നേക്കാൻ പാടില്ല, അദ്ദേഹത്തെ തൊഴാൻ പാടില്ല, അങ്ങനെ തൊഴുതാൽ മുണ്ടുടുത്ത മോഡിയായിട്ട് മാറും എന്ന് ആക്ഷേപിച്ചവരാണ്. ഇനി ശ്രീകുമാർ സാറ് പറഞ്ഞതിലെ നിഷ്കളങ്കത അത് വല്ലാതെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാ. കാരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ വന്ദേമാതരം ആലപിക്കുകയും ഇവിടെ ഗവർണർ പ്രോട്ടോകോൾ അനുസരിച്ച് വന്ദേമാതരം ആലപിക്കണമെന്ന് മുന്നോട്ട് വെച്ചപ്പോൾ എന്തൊക്കെ വരികളാണ് അത് എന്ന ചോദ്യം ഉന്നയിച്ചില്ല. പകരം രാഹുൽ ഗാന്ധിയെയും നേതാക്കന്മാരെയും മറ്റുള്ളവരെയെല്ലാം വേദിയിലിരുത്തുക എന്നുള്ളതിൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ വന്ദേമാതരം നിഷ്കളങ്കമായി കേൾക്കുകയല്ല ചെയ്തത് എന്നുള്ളതാ. ശരിയാണ്, ഇത് ബംഗാൾ പശ്ചാത്തലത്തിലാണ്. ബംഗാളിൽ ദുർഗയാണ് ഇതിന്റെ മിത്തായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ രൂപകമായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ദുർഗയുടെ കയ്യിലാണ് ഈ വാളുള്ളത്. ദുർഗയാണ് കുറച്ച് സംഹാര രുദ്രിയായിട്ട് കരുതുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാളിഘട്ടാണ് കൽക്കട്ടയായി പിൽക്കാലത്ത് മാറുന്നതും. അങ്ങനെ ബംഗാളിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഈ വരികൾ അതോടൊപ്പം തന്നെ ബഹുസ്വര സമൂഹത്തിന് നിരക്കാത്തതുമായ വരികളായതുകൊണ്ടാണ് ബഹുമാന്യ സുപ്രീം കോടതി ചർവണം നടത്തിയിട്ട് ഇതിൽ ഫസ്റ്റ് ആൻസർ, ഇതിന്റെ പല്ലവി ഉൾപ്പെടെ ഉള്ളത് മാത്രമേ പാടാവൂ എന്ന് പറഞ്ഞത്. അത് അത്യാവശ്യം കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സതീശന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തൊട്ട് മനസ്സിലാവില്ല സാറേ.